വിരുന്നിന് വരുമ്പോ കൊടുക്കാൻ വെച്ചിരുന്ന പഴക്കുല മുഴുവനും തിന്നു. ദേണ്ടേ, ഈ പിള്ളേരെ രണ്ടിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടോ? ഓ, അല്ലെങ്കിൽ എന്റെ തലയ്ക്കൊന്ന് ഭ്രാന്ത് പിടിക്കും. ബോബാ, ഇവിടെ വാടാ. മോളി, നീ വാടി. എന്താ എന്താ നടന്നത് പപ്പ? ഞാനൊന്നും അറിഞ്ഞില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ ആടി ഇതിന്റെ ഒക്കെ ആശാട്ടി. നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്നും ഞാനൊന്നും നോക്കട്ടെ. സയൻസിലെ പാഠം പഠിപ്പിച്ചാ മതി പപ്പ. അത് നാളെ ക്ലാസ്സിൽ ചോദിക്കും. രണ്ടുപേരും ആ മേശയുടെ അപ്പുറത്ത് ചെന്ന് മുട്ടുകുത്തി നിന്നോ. ഞാൻ പറഞ്ഞേച്ചെഴുന്നേറ്റാ മതി. അത്രക്കെ. എനിക്ക് ഇത്തിരി ജോലിയുണ്ട് എന്ന് വെച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എനിക്ക് അവിടെ ഇരുന്ന് നോക്കിയാ നിങ്ങളെ കാണാം. മുട്ടുകുത്തിയാണോ നിൽക്കുന്നതെന്ന് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം. പലതരം ശിക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് തടങ്കൽ പാളയത്തെ പോലും കാണില്ല ഇങ്ങനൊരു ശിക്ഷ. ഇതെവിടുത്തെ നിയമമാണപ്പോ? അല്ലേ, ഈ പിള്ളേരെ ഇങ്ങനെ നിർത്തിയേക്കുവാന്നോ? 2-3 മണിക്കൂറായില്ലേ? അവര് കുഞ്ഞുങ്ങളല്ലേ, മുട്ടത്തഴമ്പ് വീണ് കാണുമായിരിക്കും ഇപ്പൊ. കുഞ്ഞുങ്ങളാണേലും കയ്യിലിരിപ്പിന് കുറവൊന്നുമില്ലല്ലോ. ഞാൻ ഏതായാലും പിള്ളേരോട് തോൽക്കാൻ നിശ്ചയിച്ചിട്ടില്ല. 2 മണിക്കൂർ കൂടി അവിടെ നിൽക്കട്ടെ. ഇത്ര കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നത് നിയമത്തിന്റെ പുറത്താണോ? ഞങ്ങളും അത്ര പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കാൻ പോണില്ല. ഞങ്ങളും നിയമത്തിന്റെ പുറത്താ. സൈക്കിൾ സവാരിയെ പറ്റി 10 വാചകം എഴുതാൻ പറഞ്ഞത് എഴുതിയോ? എഴുതി സാർ. ഇതാ. ഞങ്ങൾ 2 ആളും കൂടി സൈക്കിളിൽ ചന്തയ്ക്ക് പോവുകയായിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിൾ ഒരു മീൻ വിൽപ്പനക്കാരിയുടെ പിന്നിൽ ഇടിച്ചു. ഇത് 2 വാചകമേ ആയുള്ളല്ലോ. 10 വാചകമാ വേണ്ടത്. ബാക്കി വാചകങ്ങൾ ആ സ്ത്രീ പറഞ്ഞതാ. അതിവിടെ എഴുതാൻ പറ്റിയത്. വക്കീൽ സാറ് ഇന്ന് വീട്ടിലുണ്ടാവൂലേ? ഉണ്ടാകും. എന്നതാ കാര്യം? കുറച്ച് നിയമം വശങ്ങൾ അറിയാനെ കൊണ്ട് ഒരാൾ വരും. ഫീസൊക്കെ മാന്യമായിട്ട് തരും. ഞാൻ നിങ്ങളെ കുറിച്ച് ഒത്തിരി പൊക്കി പറഞ്ഞിരിക്കണ്. കാര്യമായിട്ടൊന്ന് കണ്ടോളി. ഈ ഷർട്ടയിൽ കഞ്ഞി മുക്കരുതെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതാ. കന്നുകാലികൾ പുറകെ നിന്ന് മാറുകയല്ല, അറിയാവോ? അതിനിവിടെ എവിടെ കഞ്ഞി വെള്ളിരുന്നിട്ടാ? പപ്പാ, കാതറിക്ക പറഞ്ഞ കക്ഷി വരുന്നുണ്ട്. വരണം സാർ, അകത്തോട്ടിരിക്കാം. പപ്പ അല്പം തിരക്കില്ല. അല്പനേരം വെയിറ്റ് ചെയ്യൂ, ഉടനെ എത്തും. ബാലകൃഷ്ണപിള്ള സാറല്ലേ? ഇത് ഞാനാ സാറേ, പോത്തൻ വക്കീല്. പിന്നെ ഈ സാറിന്റെ കേസ് എന്താ ചെയ്യേണ്ടത്? അപ്പീൽ കൊടുത്തേക്കട്ടെ? ശരി ശരി ശരി. പപ്പ, മദ്രാസിൽ നിന്ന് ജയലളിത വിളിച്ചിരുന്നു. ഉടനെ വിളിക്കാൻ പറഞ്ഞു. തിരക്കിനിടയിൽ ഞാനതൊക്കെ മറന്നു. ഹലോ, വണക്കം. ஜெயாமா சௌக்கியமா? உங்க கேஸ் நான் படிச்சுட்டே இருக்கேன். ஆமா, ரொம்ப பிரமாதமா கேஸ். பட் நான் என்ன பண்ணும், இப்போ ഞാൻ கொஞ்சம் பிஸி ஆயிட்டு இருக்கேன். நீங்க நாளைக்கு விளி. ശരി. ഓക്കേ ഓക്കേ ഓക്കേ. നേരം വെളുത്ത തുരുതുരാ കോളാ. വലിയ കക്ഷികളായതുകൊണ്ട് അറ്റൻഡ് ചെയ്യണേ. ഇപ്പം വരും സാർ, അല്പം വെയിറ്റ് ചെയ്യേ. ഹലോ, ബാംഗ്ലൂർ അല്ലേ? കണ്ണപ്പയാണോ? ഇത് ഞാനാ, പോത്തൻ വക്കീല്. അതെ അതെ അതെ. പിന്നെ ഈ കൊലക്കേസിൽ നിങ്ങളെ വെറുതെ വിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതൊക്കെ എന്റെ ഒരു ജോലിയുടെ ഭാഗമല്ലേ. ശരി 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 ശരി. ആന്റിപ്പറ്റി കൊലക്കേസ് കേട്ടിട്ടില്ലേ? അതാ. അതെ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അതിനെന്താ, വന്നോളൂ വന്നോളൂ. ഈ തിരക്ക് ഇവിടെ എന്നും പതിവുള്ളതാ. കൺസൾട്ടിംഗ് ഫീസ് 500 രൂപ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീസ് കിട്ടുമ്പോ കൊട മേടിക്കാന്ന് പപ്പ സമ്മതിച്ചു. ഇരിക്കണം. കേസ് എന്താണാവോ? അത് ഫോൺ നോക്കാതെ പറയാൻ പറ്റിയല്ല. ഫോൺ നോക്കാതെയോ? കോടതിയിലെ കേസിന്റെ കാര്യത്തിനല്ലേ വന്നത്? ഈ ഫോൺ കേടാണെന്ന് അറിയിച്ചിരുന്നു. അത് നന്നാക്കാൻ വന്നേ.
നോക്കടി, ദേ കണ്ടോടി നോട്ട് കെട്ടുകൾ. എവിടുന്ന് കിട്ടി? നമുക്കുള്ളതാന്നോ? ഇന്നൊരു കേസ് കിട്ടി. 1000 രൂപയാ ഒറ്റയടിക്ക് തന്നത്. അയാളീ നാട്ടുകാരനല്ലേ? എന്നതാടി നീ നോക്കുന്നത്? കാക്ക മലർന്നു പറക്കുന്നുണ്ടോ നോക്കുക. കാക്കയല്ല, പൂച്ച മലന്ന് പറക്കും. കാക്ക മലക്കോടി. വീട്ടിൽ കൊണ്ടാ മലക്കും. കാശേ സൂക്ഷിച്ചു വേണം ചെലവഴിക്കാൻ. നമുക്കിത് ബാങ്കിലിടാം, മാന്യമായ പലിശയും കിട്ടും. ATM ഇട്ടാ മതി, അപ്പൊ ഞെക്കിയ ഉടനെ പണം കിട്ടും. അതിന് ബാങ്കിൽ പണം ഉണ്ടെങ്കിലല്ലേ കിട്ടൂ. ഇല്ലെങ്കിൽ മാനേജറുടെ കഴുത്തി പിടിച്ച് ഞെക്കിയാലും മതി. എന്തായാലും കാശ് കിട്ടിയ കാര്യം കടക്കാരറിയരുത്. ഒരു പെരുന്നാളിനുള്ള ആളിങ്ങ് പോരും. പണം പോസ്റ്റ് ഓഫീസിൽ ഇട്ടാലോന്ന? ഒരിക്കലും പാടില്ല. പോസ്റ്റ് ഓഫീസിൽ പൈസ ഇടുവേ ചെയ്യരുത്. അതെന്നതാ ചേട്ടാ, പോസ്റ്റ് ഓഫീസ് സർക്കാരിന്റെ അല്ലയോ? അതിനകത്ത് തട്ടിപ്പുണ്ടോ? എനിക്ക് അനുഭവം ഉള്ളതാ. പോസ്റ്റ് ഓഫീസിലിട്ട് എന്റെ 100 രൂപ പോയി കിട്ടി. ചേട്ടൻ എങ്ങനാ പൈസ ഇട്ടത്? രൂപ ഒരു കവറിലിട്ട് പേരും വിലാസവും എഴുതി പൊട്ടിച്ച് പോസ്റ്റ് കുറ്റിയിലിട്ടു. പിന്നീട് ഞാൻ എടുക്കാൻ ചെന്നപ്പോ കാശില്ല. സ്റ്റാമ്പ് ഒട്ടിച്ച് കാണുകയല്ലായിരിക്കും. നമുക്ക് ബാങ്കിൽ തന്നെ അങ്ങ് ഇടാവടി. 6% പലിശ കിട്ടും. 6% എന്ന് പറഞ്ഞാ എത്ര രൂപ കിട്ടൂന്ന് പറ. എടാ ബോബാ, 1000 രൂപയ്ക്ക് 6% പലിശ വെച്ച് മാസം എന്നാ കിട്ടുമെന്ന് ഒന്ന് കൂട്ടി നോക്കിയേ. മാസം 5 രൂപ വെച്ച് കിട്ടും. ഏതായാലും നീ മാർക്കറ്റിലോട്ട് പോകുമല്ലേടി. ദേ ഈ കാശൂടെ അങ്ങ് കൊണ്ടുപോയി ബാങ്കിലിട്ടേര്. എന്നതാടി ഒരു സന്തോഷം? 1000 രൂപ ബാങ്കിലിട്ട 5 രൂപ കിട്ടൂന്നല്ലേ പറഞ്ഞത്? ദാ പിടി 5 രൂപ. അപ്പൊ കാശോ? 1000 രൂപയ്ക്ക് ഞാൻ 2 ഉഗ്ര സാരി വാങ്ങി. റിഡക്ഷൻ സെയിലാ, ഒരു കുഴപ്പമില്ല. കുഴപ്പം ആദം കനി തിന്നാൻ പോയതാ. അല്ലായിരുന്നേൽ പെണ്ണിന് തുണി വേണ്ടായിരുന്നു. സംശയം. എന്താടാ? പ്രായമാകുമ്പോ മനുഷ്യർക്ക് ചെവി കേൾക്കാണ്ട് വരുമോ? പ്രായമായ ചിലർക്ക് കേൾവി ശക്തി കുറയും. എന്താ കാര്യം? ഒരു സൈക്കിൾ വാങ്ങിച്ചു തരണമെന്ന് 2 മാസമായി പറയുന്നു. ഇവിടെ ആരും അത് കേൾക്കുന്നില്ല. ദേ നോക്ക്, ഉണ്ണിക്കുട്ടൻ ഈയിടെ തീരെ ഉന്മേഷമില്ല. നിങ്ങൾക്കാണെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു നോട്ടവും ഇല്ല. നിങ്ങളാരും നോക്കാതിരുന്നാൽ ഞാൻ ഉന്മേഷം കാണിച്ചു തരാം. നമുക്കിവനെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാം. 50 രൂപയാ ഡോക്ടറുടെ ഫീസ്. എന്നാലും നോക്കണേ, ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന കൊച്ചനാ. 50 രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ അത് തീരുന്നവരെ ഞാൻ തുള്ളിച്ചാടാം. വായിക്ക് രുചിയുണ്ടോ? വായിക്ക് രുചിയില്ല, വായിലെന്തേലും വെച്ചാ രുചിയുണ്ട്. ഉണ്ണി